നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ അഴിമതിയുടെ നിഴൽ വീഴാത്ത ദിനങ്ങളില്ല. എന്നാൽ കശുവണ്ടി വികസന കോർപ്പറേഷനിലെ കോടികളുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി സർക്കാരിനെതിരെ നടത്തിയ രൂക്ഷ വിമർശനം ഈ പിണറായി സർക്കാരിന്റെ ഭരണപരമായ നട്ടെല്ല് ഒടിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ്. സർക്കാർ അഴിമതിക്കാർക്കൊപ്പം നീങ്ങുകയാണ്, എന്തിനാണ് ഇവരെ സംരക്ഷിക്കുന്നത് എന്ന ഹൈക്കോടതിയുടെ ചോദ്യം വെറുമൊരു വിമർശനം മാത്രമല്ല. അഴിമതിക്കെതിരെ പോരാടുമെന്ന് പ്രതിജ്ഞയെടുത്ത ഒരു ഭരണകൂടം നിയമവാഴ്ചയെ അട്ടിമറിച്ച് സ്വന്തക്കാരെ രക്ഷിക്കാൻ കൂട്ടുനിൽക്കുന്നു എന്നതിന്റെ ഭീകരമായ സാക്ഷ്യപത്രമാണ്. തുടർച്ചയായി 3 തവണ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ച് പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഈ നടപടി നീതിന്യായ വ്യവസ്ഥയോടുള്ള തുറന്ന വെല്ലുവിളിയാണ്. ഈ അഴിമതി സംരക്ഷണം സർക്കാർ ചെലവഴിക്കുന്ന കോടികളുടെ ദൂർത്തിനൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു രാഷ്ട്രീയ പ്രഹേളികയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സർക്കാർ അഴിമതിക്കാരുടെ കൂടെയാണെന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടി പുറത്തു വന്നിരിക്കുന്നു. ഈ കേസിൽ ഹൈക്കോടതി ചോദിച്ച ചില ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. പ്രോസിക്യൂഷൻ അനുമതി നൽകാതെ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന സർക്കാർ മാറിയെന്നാണ് മനസ്സിലാകുന്നതെന്നും ഇത് പരിതാപകരമാണെന്നും ജസ്റ്റിസ് എ ബദറുദ്ദീൻ വിമർശിച്ചു. INTUC നേതാവ് R ചന്ദ്രശേഖരനെയും കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ MD KA രതീഷിനെയും വിചാരണ ചെയ്യാൻ സർക്കാർ CBIക്ക് പ്രോസിക്യൂഷൻ അനുമതി നൽകിയിരുന്നില്ല. 3 വട്ടമാണ് സർക്കാർ പ്രോസിക്യൂഷൻ അനുമതിക്കായുള്ള അപേക്ഷ തള്ളിയത്. ഈ സാഹചര്യത്തിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ കോടതിയലക്ഷ്യ നടപടി തുടരണമെന്നാവശ്യപ്പെട്ട് ഹർജിക്കാരൻ കടകംപള്ളി മനോജ് നൽകിയ അപേക്ഷ പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ ഈ വിമർശനം. കോടതിയലക്ഷ്യമാണ് സർക്കാർ നടത്തുന്നതെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. സർക്കാർ അഴിമതിക്കാർക്കൊപ്പം നീങ്ങുകയാണ്, എന്തിനാണ് ഈ വ്യക്തികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്, ആരാണ് ഇതിന് പിന്നിൽ? ഹൈക്കോടതിയുടെ ഈ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. നിയമവാഴ്ചയല്ല, രാഷ്ട്രീയ മേലാളന്മാരെയാണ് കേസിൽ ഉൾപ്പെട്ടവർ അനുസരിക്കുന്നതെന്ന് ഹർജിക്കാരന്റെ അഭിഭാഷകൻ വാദിച്ചു. വിമർശനം തുടർന്ന കോടതി ഒരാഴ്ചക്കകം വിശദീകരണം നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ കയറുന്നത് അഴിമതി നടത്തില്ല എന്ന് പറഞ്ഞാണ്. എന്നാൽ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന സർക്കാരായി മാറിയെന്നാണ് മനസ്സിലാകുന്നത്. ഇത് പരിതാപകരമായ അവസ്ഥയാണെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. കശുവണ്ടി വികസന കോർപ്പറേഷൻ 2006-2015 കാലഘട്ടത്തിൽ അസംസ്കൃത കശുവണ്ടി ഇറക്കുമതി ചെയ്തതിൽ കോടികളുടെ അഴിമതി ആരോപിച്ചാണ് കേസ്. കോർപ്പറേഷൻ മുൻ ചെയർമാൻ കൂടിയായ R ചന്ദ്രശേഖരനും മുൻ MD KA രതീഷുമാണ് കേസിലെ പ്രധാന പ്രതികൾ. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം 2016 CBI അന്വേഷണം ഏറ്റെടുത്തത്. ആദ്യ തവണ 2020 ഒക്ടോബർ 15-നും 2ാം തവണ 2025 മാർച്ച് 21-നും 3ാം തവണ 2025 ഒക്ടോബർ 28-നുമാണ് പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചത്. നടപടിക്രമങ്ങളിലെ വീഴ്ചയ്ക്കപ്പുറം മറ്റെന്തെങ്കിലും CBIക്ക് കണ്ടെത്താനായിട്ടില്ലെന്ന് വിലയിരുത്തി വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് പ്രോസിക്യൂഷൻ അനുമതി നിഷേധിക്കുകയായിരുന്നു. നീതിയുടെ വാതിൽക്കൽ പോലും ഈ സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. കശുവണ്ടി അഴിമതി കേസിൽ അഴിമതിക്കാർക്ക് സംരക്ഷണം നൽകാൻ സർക്കാർ കൂട്ടുനിൽക്കുന്നുവെന്ന് ഹൈക്കോടതി വിരൽ ചൂണ്ടുമ്പോൾ LDF ഉയർത്തിയ സുതാര്യ ഭരണത്തിന്റെ എല്ലാ വാഗ്ദാനങ്ങളും തകരുകയാണ്. നവകേരള സദസ് എന്ന ദൂർത്തിലൂടെയും മുഖ്യമന്ത്രി എന്നോടൊപ്പം അഥവാ CM with me എന്ന പ്രഹസനത്തിലൂടെയും കോടികൾ പാഴാക്കിയ ഈ സർക്കാർ ജനങ്ങളിൽ നിന്ന് അകലം പാലിക്കുക മാത്രമല്ല, അവരുടെ ബുദ്ധിമുട്ടുകളെ പരിഹസിക്കുക കൂടി ചെയ്തിരിക്കുന്നു. അഴിമതിയും ദൂർത്തും കെടുകാര്യസ്ഥതയും കൊണ്ട് അടയാളപ്പെടുത്തിയ പിണറായി വിജയന്റെ ഭരണം ജനാധിപത്യപരമായ ഉത്തരവാദിത്ത ബോധം പൂർണ്ണമായും കൈവിട്ട അഹങ്കാര ഭരണമാണ്. ഇനിയൊരു അവസരം നൽകാൻ ഈ സർക്കാരിന് യാതൊരു അർഹതയുമില്ല. ഈ രാഷ്ട്രീയ ധിക്കാരത്തിനെതിരെയും ജനങ്ങളുടെ നികുതി പണം പാഴാക്കുന്ന ഈ ദുർഭരണത്തിനെതിരെയും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഒരു ജനകീയ വിധിന്യായമായി മാറണം. അകമ്പടി വാഹനങ്ങളുടെ സുരക്ഷാ വലയത്തിനുള്ളിൽ ജനങ്ങളിൽ നിന്ന് അകലം പാലിച്ച് സഞ്ചരിക്കുന്ന ഈ മുഖ്യമന്ത്രിക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ നാടിനെ മുന്നോട്ട് നയിക്കാനോ സാധിക്കില്ല. അതുകൊണ്ട് ഈ ദൂർത്തിനും അഴിമതിക്കും ഏകാധിപത്യത്തിനുമെതിരെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഒരു ജനകീയ വിധിയെഴുത്താകണം.